ബിഗിനേഴ്സ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ഡിസൈനാണ്. ഞാൻ എല്ലാ ബോട്ടിൽ ചെയ്യുന്ന പോലെ ബേസ് കോട്ട് അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം അതിന് മുകളിൽ ഞാൻ വൈറ്റിൽ കുറച്ച് ബ്ലാക്ക് ആക്രിലിക് കളർ മിക്സ് ചെയ്ത് ഒരു ആഷ് കളർ ഉണ്ടാക്കിയിട്ട് അത് അടിച്ചു കൊടുക്കുകയാണ്. അത് നമുക്ക് ഈ ബോട്ടിൽ മുഴുവനായിട്ട് അടിച്ചു കൊടുക്കാം. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായി ഉണങ്ങിയിട്ട് അതിന് മുകളിലായിട്ട് പെൻസിൽ ഉപയോഗിച്ച് ഈ കാണുന്ന പോലെ ഒരു ലീഫിൻ്റെ ഡിസൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആക്രിലിക് കളേഴ്സാണ് വേണ്ടത്. ഞാൻ ആദ്യം ഇവിടെ ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട്. അതൊരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് ഈ ഡിസൈൻ്റെ അകത്ത് ഇതുപോലെ ഫിൽ ചെയ്ത് കൊടുക്കുക. ഇത് ഫിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വൈറ്റ് അതിലേക്ക് ഈ ഓറഞ്ച് മിക്സ് ചെയ്ത് ലൈറ്റ് കളർ ആക്കുക. എന്നിട്ട് അത് ഈ കളർ ചെയ്തതിൻ്റെ സൈഡിൽ കൂടെ ഈ കാണുന്നത് പോലെ ഒന്ന് ചെയ്തെടുക്കുക. ഏത് കളറാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ലൈറ്റ് ഷെയ്ഡാക്കി നമുക്ക് ഈ അരികു വശത്ത് ഇതുപോലെ കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്ത കളർ ഉണങ്ങിയതിന് ശേഷം അതിനകത്തായിട്ട് ഈ കാണുന്ന പോലെ ബ്ലാക്ക് ചെറിയൊരു ഡിസൈനായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളർ ഷെയ്ഡ് ചെയ്തെടുക്കാം. എല്ലാ കളർ ചെയ്യുമ്പോൾ അതിൻ്റെ ലൈറ്റ് കളറാക്കി സൈഡിൽ ചെയ്യുക. പിന്നെ ആ കളർ ഉണങ്ങിയതിന് ശേഷം അതിനകത്ത് ബ്ലാക്ക് ഇതുപോലെ ഫിൽ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സാപ്പ് ഗ്രീനാണ്. ഇതിൻ്റെ തന്നെ ലൈറ്റ് ഷെയ്ഡാക്കി ഇതിന് സൈഡിൽ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് വൈറ്റും കുറച്ച് സാപ്പ് ഗ്രീനും കൂടി മിക്സ് ചെയ്താൽ ലൈറ്റ് ഷെയ്ഡ് കിട്ടും. എന്നിട്ട് ഈ കളർ ഉണങ്ങിയതിന് ശേഷം ഇതിനകത്ത് ബ്ലാക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഡിസൈനകത്ത് കളർ ഫിൽ ചെയ്യുന്നത് ആദ്യം ബ്ലാക്ക് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. അത് ഈ കാണുന്നത് പോലെ ഫിൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അകത്ത് ചെറിയൊരു ഇലയുടെ ഷേപ്പ് വിട്ടിട്ട് അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ ഫിൽ ചെയ്ത് കൊടുക്കാം. ഞാൻ ഓറഞ്ചാണ് ഇവിടെ ഫിൽ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഓറഞ്ച് ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഓറഞ്ചിൽ കുറച്ച് വൈറ്റ് ആഡ് ചെയ്ത് അതിൽ ലൈറ്റ് ആക്കിയിട്ട് ഞാൻ ഈ ബ്ലാക്കിൻ്റെ ഔട്ട്ലൈനായിട്ട് ഇതുപോലെ ഒരു സൈഡിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് കളറാണോ ബ്ലാക്കിൻ്റെ അകത്ത് ഫിൽ ചെയ്ത് അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് എടുത്ത് സൈഡിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ഈ ബോട്ടിൽ മുഴുവനായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള കളർ വെച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ബോട്ടിൽ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും നെക്ക് പോർഷനിൽ ചെറുതായിട്ട് ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇഷ്ടമുള്ള കളേഴ്സ് ഉപയോഗിക്കാം. ഞാൻ ഇതിൽ ഒരുവിധം കളേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.